ശ്രീ ആർ വി ബാബു, ഗുരുവായൂരിൽ ഉദയാസ്തമന പൂജ മാറ്റിയ വിഷയത്തിൽ ആചാരങ്ങൾ അതേപടി തുടരേണ്ടതായിരുന്നു എന്നാണിപ്പോൾ സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കാൻ പൂജ മാറ്റിയതിലും വിമർശനം ഉണ്ട്. എങ്ങനെ നോക്കിക്കാണുന്നു സുപ്രീം കോടതിയുടെ ഈ ഇടപെടലിനെ? തീർച്ചയായും സ്വാഗതാർഹമായ ആശ്വാസകരമായ ഒരു നിരീക്ഷണം തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഭക്തജനങ്ങളുടെ വലിയൊരു ആശങ്കയായിരുന്നു ഈ വിഷയത്തിൽ. ഈ ഉദയാസ്തമന പൂജ ഏകാദശി ദിവസം, ഗുരുവായൂർ ഏകാദശി ദിവസം ഉദയാസ്തമന പൂജ മാറ്റിവെച്ചത് ഒരു നിലപാട്, ദേവസ്വം ബോർഡിന്റെ നിലപാട്, അതിന് തന്ത്രി അനുമതി കൊടുത്തത് ഒക്കെ വല്ലാതെ മാനസികമായ ബുദ്ധിമുട്ടുകൾ വിശ്വാസികൾക്കുണ്ടാക്കിയ സംഭവമാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഹർജി ഹൈക്കോടതിയിൽ പോയപ്പോൾ ഹൈക്കോടതി തന്ത്രിയുടെ തീരുമാനത്തിൽ ഇടപെടാനാവില്ല എന്നൊരു നിലപാടെടുക്കുകയും അതിനെ തുടർന്നാണ് തന്ത്രി കുടുംബം പിന്നീട് സുപ്രീം കോടതിയിൽ പോവുകയും ചെയ്തത്. അപ്പോൾ സുപ്രീം കോടതി പ്രഥമദൃഷ്ട്യാ തന്നെ ഈ കേസ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷേത്രത്തിലെ ആചാരങ്ങൾ അത് സൗകര്യാർത്ഥം മാറ്റിമറിക്കാനുള്ളതല്ല എന്ന കൃത്യമായൊരു മെസ്സേജാണ് സുപ്രീം കോടതിയുടെ പരാമർശത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആചാരങ്ങൾ അത് പാലിക്കപ്പെടാനുള്ളതാണ്, അത് സൗകര്യം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ളതല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഉദയാസ്തമന പൂജ ഏകാദശിയോടനുബന്ധിച്ച് തുടങ്ങിയതാണ്. ആ ഉദയാസ്തമന പൂജ ഏകാദശിയോടനുബന്ധിച്ചുള്ള അത് കൃത്യമായിട്ട് പാലിക്കേണ്ടതാണ്. ഭക്തജനങ്ങളുടെ തിരക്കാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞ് ഒഴിയാൻ സാധ്യമല്ല, അതിന് മറ്റു മാർഗങ്ങൾ കണ്ടെത്തേണ്ടതാണ് എന്ന് കൃത്യമായ ഒരു സന്ദേശം തന്നെ സുപ്രീം കോടതി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ അനിൽ നമ്പ്യാർ നമ്മളെയൊക്കെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം, നമുക്കറിയാം ആചാരങ്ങൾ എന്ന് പറയുമ്പോൾ അതങ്ങനെ മാറ്റാൻ പറ്റാത്തതാണെന്നൊന്നും നമ്മൾ ഒരു കാലത്തും പറഞ്ഞിട്ടില്ല. ഹിന്ദുക്കൾ അങ്ങനെ അതിൽ ബലം പിടിച്ചു നിൽക്കുന്നവരുമല്ല. പക്ഷെ ആരാണ് മാറ്റേണ്ടത്, ആർക്കാണത് മാറ്റാനുള്ള അവകാശം, അധികാരം എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് വ്യക്തതയുണ്ട്. നമ്മളിത് വളരെ അധികം തവണ ചർച്ച ചെയ്തിട്ടുമുണ്ട്. കോടതിയോ സർക്കാരോ അല്ലെങ്കിൽ ഭരണസമിതിയോ ഒന്നുമല്ല ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ആചാരങ്ങളെ മാറ്റേണ്ടത്. ആചാരങ്ങൾ പരിഷ്കരിക്കേണ്ടതോ അല്ലെങ്കിൽ ആചാരങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടതോ ഒന്നും ഈ പറയുന്ന ഭരണ സംവിധാനങ്ങളല്ല. അതെല്ലാം തികച്ചും അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീസാണ്. ക്ഷേത്രങ്ങളുടെ ആധ്യാത്മിക വിഷയങ്ങൾ, ആചാരപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ബോഡിയുണ്ട്, ആധ്യാത്മിക ഗുരുക്കന്മാരുണ്ട്, തന്ത്രിമാരുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ അവരാണ് ചർച്ച ചെയ്യേണ്ടത്, അവരിലൂടെ ആണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അങ്ങനെ ചർച്ച ചെയ്ത് മാറ്റിയ ഒരുപാട് ആചാരങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഭാരതത്തിലെമ്പാടും അത്തരത്തിൽ നമുക്ക് ഉദാഹരണങ്ങൾ കാണിക്കാൻ സാധിക്കും. പക്ഷേ അതൊക്കെ മാറ്റിയത് ഇത്തരത്തിൽ ഒരു സഭ ചേർന്നിട്ടാണ്. ഇപ്പോൾ ഗുരുവായൂർ തന്നെ ഒരു ഉദാഹരണം നമുക്കൊരു 3-4 വർഷം മുമ്പ് നമ്മുടെ കൺമുമ്പിലുണ്ട്. അവിടെ ചുരിദാർ ഇട്ട് കയറാൻ പാടില്ല എന്നൊരു നിയമം ഗുരുവായൂർ അമ്പലത്തിലുണ്ടായിരുന്നു. സ്ത്രീകൾ ചുരിദാർ ഇട്ട് കയറുന്നതിന് വിലക്കുണ്ടായിരുന്നു. ഇപ്പോൾ ചുരിദാർ ധരിച്ചാണ് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലുള്ള സ്ത്രീകളൊക്കെ വരുന്നത്. അപ്പോൾ ചുരിദാർ ധരിച്ചതുകൊണ്ട് അവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനാവില്ല എന്ന് വരുന്ന സമയത്ത് അത് പ്രായോഗികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ചർച്ച വന്ന സമയത്ത് ദേവസ്വം കമ്മിറ്റി, അന്നത്തെ ദേവസ്വം കമ്മിറ്റി ചെയ്തത് തന്ത്രിമാരെയും അതേപോലെ ദേവഹിതം അറിയാനും ഒക്കെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സദസ്സ് വിളിച്ചുകൂട്ടി. ശ്രീധരൻ തന്ത്രിയെ പോലുള്ള ആളുകൾ അതിലെത്ത് പങ്കെടുത്തു. ഒട്ടനവധി മഹാന്മാരായിട്ടുള്ള ആളുകൾ, പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാർ പങ്കെടുത്തിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു, അതിനൊരു തീരുമാനം ഉണ്ടാക്കി. ആ തീരുമാനം അനുസരിച്ച് പിന്നീട് ഈ ചുരിദാർ ധരിച്ച സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിൽ, ആ വസ്ത്രത്തോടുകൂടി ദർശനം നടത്തുന്നതിൽ തടസ്സമില്ല എന്ന് അവർ വിധിക്കുകയുണ്ടായി. അത് ഭക്തജന സമൂഹം അങ്ങനെ തന്നെ അംഗീകരിച്ചു. കാരണം അവിടെ അഭിപ്രായം പറഞ്ഞതും തീരുമാനിച്ചതും ഒക്കെ അതിന് ബന്ധപ്പെട്ട ബോഡിയാണ്. ഇവിടെ പ്രശ്നം തന്ത്രി ഈ കാര്യത്തിൽ അനുമതി കൊടുത്തു എന്നാണ് ദേവസ്വം കമ്മിറ്റി പറയുന്നത്. തന്ത്രി അനുമതി കൊടുത്തത് ഈ നിലയ്ക്കുള്ള രീതിയിലാണോ, മറ്റുള്ളവരുമായിട്ട് അഭിപ്രായം എടുത്തിട്ടാണോ, ദേവഹിതം അനുസരിച്ചിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ സത്യത്തിൽ തന്ത്രി വിശ്വാസയോഗ്യമായ ഒരു മറുപടിയല്ല പറയുന്നത്. തന്ത്രി ദേവസ്വം കമ്മിറ്റിയുടെ, മാനേജിംഗ് കമ്മിറ്റിയുടെ താല്പര്യത്തിനനുസരിച്ച് തുള്ളി എന്ന് വേണം പറയാൻ. മാനേജിംഗ് കമ്മിറ്റിയുടെ താല്പര്യം നടപ്പാക്കേണ്ട ഒരാളല്ല ക്ഷേത്രം തന്ത്രി. ക്ഷേത്രത്തിന്റെ വിശ്വാസങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ അതൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ക്ഷേത്രത്തിന്റെ ഐശ്വര്യവും ചൈതന്യവും ദിനംപ്രതി വർദ്ധിപ്പിക്കാൻ വേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യേണ്ട ഒരാളാണ് തന്ത്രി. അതിന് പകരം മാനേജിംഗ് കമ്മിറ്റിയുടെ പ്രീതി സമ്പാദിക്കാനോ മാനേജിംഗ് കമ്മിറ്റിയുടെ ഭീഷണിക്ക് വഴങ്ങിയോ മാനേജിംഗ് കമ്മിറ്റിയുടെ രാഷ്ട്രീയ താല്പര്യത്തിന്റെ ചട്ടുകമായോ
ഒരു തന്ത്രിയും ഒരു മേൽശാന്തിയും ഒന്നും പ്രവർത്തിക്കാൻ പാടില്ല. അങ്ങനെ തന്ത്രി പ്രവർത്തിച്ചാൽ, തന്ത്രിയെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് ഒരു ക്ഷേത്ര കാര്യങ്ങളെ സംബന്ധിച്ച്, ക്ഷേത്ര വിശ്വാസത്തെ സംബന്ധിച്ച് തന്ത്രിയുടെ വാക്കിന് വളരെ പ്രധാനപ്പെട്ട വാക്ക് തന്നെയാണ്. തന്ത്രിയാണ് അവസാന വാക്ക് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അത് നമ്മൾ ഹിന്ദുക്കൾ കൽപ്പിച്ചു കൊടുത്ത ഒരു പദവിയാണത്. പ്രത്യേകിച്ച് ഞാനത് വളരെ അടിവരയിട്ട് പറയുന്നു, ഹൈന്ദവ സംഘടനകൾ കൽപ്പിച്ചു കൊടുത്ത ഒരു പദവിയാണത്. അങ്ങനെ ഒരു അവസാന വാക്കായിട്ട് തന്ത്രിയെ ഇന്നു മുതലാണ് കണ്ടു തുടങ്ങിയെന്നുള്ളതൊക്കെ ചരിത്രമാണ്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, എനിക്കത് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആ പദവി തന്ത്രിക്ക് കൊടുത്തത് ഹിന്ദുക്കളാണ്, ഹൈന്ദവ സമൂഹമാണ്, ഭക്തജന സമൂഹമാണ്. തന്ത്രിയാണ് അവസാന വാക്ക് എന്നുള്ള നിലയ്ക്ക്. പക്ഷെ തന്ത്രി അവസാന വാക്ക് പറയുന്നതിന് മുൻപ് ഈ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ അതിനനുസൃതമായിട്ടാണോ തന്ത്രി പറയുന്നത് എന്നുള്ളതിനെ കുറിച്ച് തന്ത്രി പരിശോധിച്ചിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ പറയാനായിട്ട്. ഇവിടെ നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം, തന്റെ വാദം ജയിക്കാൻ വേണ്ടി തന്ത്രി ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ളൊരു അഫിഡാവിറ്റിലുണ്ട്, സത്യവാങ്മൂലത്തിൽ. ആ സത്യവാങ്മൂലത്തിൽ താൻ എടുത്ത നിലപാട് ശരിയാണ് എന്ന് സമർത്ഥിക്കാനായിട്ട് തന്ത്രി നടത്തിയ വാദത്തിൽ ഒരു വാദം ഹൈന്ദവ സമൂഹത്തെ, വിശ്വാസികളെ, ഗുരുവായൂരപ്പ ഭക്തന്മാരെ മുഴുവൻ വേദനിപ്പിക്കുന്ന ഒരു സത്യവാങ്മൂലമാണ്. അത് മറ്റൊന്നുമല്ല, നമ്മളെല്ലാം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതാണ് ആ സത്യവാങ്മൂലം. അതായത് ഗുരുവായൂരമ്പലത്തിലെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ചിട്ടപ്പെടുത്തിയത് നമ്മളൊക്കെ കേട്ടു വന്നിട്ടുള്ളത്, നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് സാക്ഷാൽ ശങ്കരാചാര്യരാണ് എന്നാണ്. അദ്വൈതാചാര്യനായിട്ടുള്ള ആദി ശങ്കരാചാര്യരാണ് ഈ ഗുരുവായൂരമ്പലത്തിലെ ഈ പൂജാക്രമങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയത് എന്നാണ് നാം കേട്ടു വന്നിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ഗുരുവായൂരമ്പലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഐതിഹ്യമാകാം, ചരിത്രമാകാം, എന്തായാലും അതാണ് വിശ്വാസം. പക്ഷെ തന്ത്രി ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡാവിറ്റിൽ പറഞ്ഞിരിക്കുന്നു, ഈ ശങ്കരാചാര്യര് ഗുരുവായൂരിൽ വന്നു എന്നുള്ളത് കേവലം ഒരു വിശ്വാസം മാത്രമാണ്, അതിന് തെളിവില്ല എന്ന്. അപ്പൊ ഗുരുവായൂർ തന്ത്രി തന്നെ ശങ്കരാചാര്യരെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് ഭക്തജനങ്ങളെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ആ കാര്യത്തിൽ ഗുരുവായൂർ തന്ത്രി ഏത് മഹാനായാലും ആ ഗുരുവായൂർ തന്ത്രിയുടെ നിലപാടിനെ പാടെ തള്ളിക്കളയാനും, ഗുരുവായൂർ തന്ത്രി തെറ്റ് ചെയ്തത് അങ്ങേയറ്റം തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിനുണ്ട്, ഹിന്ദു സമൂഹത്തിന്റെ നേതൃത്വത്തിനുണ്ട്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. അതുകൊണ്ട് ആ തെറ്റ് തിരുത്തുകയാണ് ആദ്യം ഗുരുവായൂർ തന്ത്രി ചെയ്യേണ്ടത്. ആ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹത്തിന് അർഹതയുണ്ടോ എന്നുള്ളത് സംശയമാണ്. ആ സ്ഥാനത്തിരിക്കുന്നുകൊണ്ട് ഗുരുവായൂർ തന്ത്രിയുടെ സ്ഥാനത്തിരിക്കാൻ ഒരു നിമിഷം അദ്ദേഹത്തിന് അർഹതയില്ല എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ പരാമർശം ഒരു വിധിയുടെ രൂപത്തിലല്ലെങ്കിലും കൃത്യമായി എന്താണ് ഒരു ക്ഷേത്രത്തിൽ നടക്കേണ്ടത്, എങ്ങനെയായിരിക്കണം ക്ഷേത്രം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ഡയറക്ഷൻ തന്നെയാണ്. വിധിയുടെ രൂപത്തിലല്ലെങ്കിലും നമ്മുടെ ഒരു പരാമർശം എന്ന രൂപത്തിൽ പ്രഥമ ദൃഷ്ട്യാ ഈ കേസ് തങ്ങളുടെ മുന്നിൽ എത്തിയപ്പോൾ സുപ്രീം കോടതിയുടെ പരാമർശത്തിലൂടെ ഭക്തജനങ്ങൾക്ക് കിട്ടിയത് വളരെ സന്തോഷമായ ഒരു കാര്യമല്ല നമ്പ്യാർ. ഇന്ന് ഏകാദശിയാണ്. ഈ ഏകാദശി ദിവസം തന്നെ, ഗുരുവായൂരപ്പന്റെ ഏകാദശി ദിവസം തന്നെ, ഈ ഏകാദശിയോടനുബന്ധിച്ച് നടന്ന ഉദയാസ്തമന പൂജയെ കുറിച്ച് പരമോന്നത നീതിന്യായ പീഠം ദേവസ്വം കമ്മിറ്റിയോടും തന്ത്രിയോടും വിശദീകരണം ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ കളിയാണ്, ഗുരുവായൂരപ്പന്റെ കളിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ഏകാദശി ദിവസം തന്ത്രി ഏത് കാര്യത്തിനാണോ അനുമതി കൊടുത്തത് അതേ തന്ത്രിക്ക് ഇന്ന് ഗുരുവായൂർ ഏകാദശി ദിവസം ക്ഷേത്രത്തിൽ കയറാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി. അത് ഈശ്വരന്റെ കളിയാണെന്നോ മറ്റോ അങ്ങനെ വ്യാഖ്യാനിക്കുന്നവർക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം, വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാം. അശുദ്ധി വന്നിരിക്കുന്നു ഗുരുവായൂർ തന്ത്രിക്ക്. ഗുരുവായൂർ തന്ത്രിയുടെ തീരുമാനം ഗുരുവായൂരപ്പന് തീർത്തും ഇഷ്ടപ്പെട്ടിട്ടില്ല, പോലും എന്നല്ല, ഗുരുവായൂരപ്പന് തീർത്തും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് ആ സംഭവത്തിലൂടെ ഞങ്ങളെ പോലുള്ള വിശ്വാസികൾ മനസ്സിലാക്കുന്നത്. അനിൽ നമ്പ്യാർ.